السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട ഹാജിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ശ്രദ്ധിക്കണമെന്നും പാലിക്കണമെന്നും എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. നമ്മുടെ ഈ ഹജ്ജ് യാത്രയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി, നമ്മുടെ നേട്ടങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അല്പം വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഒരു പ്രത്യേകത, ജീവിതത്തിൽ പലപ്പോഴും അബദ്ധങ്ങളും കുറ്റങ്ങളും തെറ്റുകളുമൊക്കെ വന്നു പോവുക എന്നത് അതവൻ്റെ സൃഷ്ടിപ്പിൽ അവനെ ആ രൂപത്തിൽ സൃഷ്ടിച്ചത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം എപ്പോഴും അവന് മോചനം ലഭിക്കാനും ആ വിഷയത്തിൽ വരുന്ന വിഷയങ്ങളെ പരിഹരിച്ചു കൊണ്ടുപോകാനുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പകലും രാത്രിയും അടിമകളുടെ ഭാഗത്ത് വന്നുപോയ അബദ്ധങ്ങളെ അവരേറ്റു പറയുമ്പോൾ അത് സ്വീകരിക്കുവാൻ അള്ളാഹു സന്നദ്ധനാണ് എന്നറിയിക്കുന്ന വാചകം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു തന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹർ. എൻ്റെ ദാസന്മാരെ, തീർച്ചയായും നിങ്ങൾ പകലും രാത്രിയും അബദ്ധങ്ങൾ ചെയ്യുന്നവരാണ്. വഅന അഗ്ഫിറു ദുനൂബ ജമീഅൻ. ഞാനാവട്ടെ നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടൂ, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാം. യാ ഇബാദി, എൻ്റെ ദാസന്മാരെ,
ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, തീർച്ചയായും നിങ്ങളിലെ ഒന്നാമത്തവനും നിങ്ങളിലെ അവസാനത്തെ ആളും മനുഷ്യനും ജിന്നുകളും കാനു അല അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈഅ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യന്റെ കൽബാണ് എല്ലാവർക്കുമെങ്കിലും അതെന്റെ അധികാരത്തിൽ ഒന്നും തന്നെ വർധനവുണ്ടാക്കുന്നതല്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനു അല അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈഅ, നിങ്ങൾ ആദ്യത്തെ ആളും അവസാനത്തെ ആളും മനുഷ്യനും ജിന്നും അങ്ങനെ തുടങ്ങി എല്ലാവരും നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ട ഏറ്റവും മോശമായ ഒരാളുടെ അവസ്ഥയിലാണെങ്കിൽ പോലും എന്റെ അധികാരത്തിൽ ഒരു കുറവും വരുത്തുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകമാണ്. ഇനി അതിന്റെ വാക്ക് അവസാനം റസൂലുള്ളാഹി പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സിഹാ ലക്കും സുമ്മ ഉവഫീകും ഇയ്യാഹാ, തീർച്ചയായും ഇതാ നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ്, നാം അത് നിങ്ങൾക്ക് വേണ്ടി ക്ലിപ്തമാക്കുകയാണ്, അതുകൊണ്ട് ആ ക്ലിപ്തപ്പെടുത്തിയതിനനുസരിച്ച് പരിപൂർണമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടും. ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ്, ആരെങ്കിലും അവന്റെ പ്രവർത്തനത്തിൽ നന്മകൾ കണ്ടെത്തിയാൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്, അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും അവന്റെ പ്രവർത്തനത്തിൽ കണ്ടാൽ അവൻ സ്വന്തത്തെ അല്ലാതെ ആക്ഷേപിക്കേണ്ട കാര്യവുമില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ മീസാനിൽ, എന്റെ കർമ്മങ്ങളുടെ ചാർട്ടിൽ അവിടെ നന്മ കണ്ടെത്തിയാൽ, നന്മയുണ്ടെങ്കിൽ ഞാൻ റബ്ബിനെ സ്തുതിക്കണം. അതിൽ നന്മ കാണുന്നില്ലെങ്കിൽ ഞാൻ അവനെ കുറ്റം പറഞ്ഞു, ഇവനെ കുറ്റം പറഞ്ഞു, നാട്ടുകാരെ കുറ്റം പറഞ്ഞു, വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്, ഞാൻ എന്നെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി, ഞാൻ എന്നെ തന്നെ ആക്ഷേപിച്ചാൽ മതി, കാരണം ഞാനാണ് എന്റെ കുറ്റക്കാരൻ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ഗൗരവത്തോടു കൂടി കാണണം. നമ്മുടെ മീസാനിൽ, നമ്മളുടെ നന്മകൾ എഴുതപ്പെടുന്ന തുലാസിൽ ഏറ്റവും അധികം ഉണ്ടാവേണ്ടുന്ന നന്മകളുടെ പ്രവർത്തനങ്ങളാവണമെന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്: തൂബ ലിമൻ വജദ ഫീ സ്വഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തൂബ ലിമൻ വജദ ഫീ സ്വഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തന്റെ നന്മകൾ എഴുതപ്പെട്ട ആ സ്വഹീഫത്തിൽ, ആ പേജിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ ഉള്ളവൻ, അവന് ആനന്ദം, അവന് മംഗളം, അവന് ആശംസകൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ത് എന്ന ചോദ്യത്തിനൊരു മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിത വിജയത്തിന് ആധാരം, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉപജീവനങ്ങൾ കൃത്യമാവേണ്ടത് ആവശ്യകത, ഇങ്ങനെ തുടങ്ങി എല്ലാത്തിനും ഒരു ഒറ്റ മൂല്യക്കുറിച്ച് എന്ന് പറയണം. ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ഒരു കാര്യം അതാണ്. അതെന്താണ്? അതാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഇസ്തിഗ്ഫാർ? പാപമോചനം തേടുക എന്നാണ്. പാപമോചനം. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വാചകമാണ്. അതിന്റെ പ്രത്യേകതകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കാണ് അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ പറയുന്നത് അസ്തഗ്ഫിർ എന്താണ് അർത്ഥം? എന്താണ് അതിന്റെ ആശയതലം? എന്താണ് അതിന്റെ അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? അത്ലുബു മിൻക യാ റബ്ബി അൽ മഗ്ഫിറത ബിസിത്രിൽ ഐബി വമഹ്വി ദംബ്. അല്ലാഹുവേ, റബ്ബേ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, എന്തിനെ? എന്റെ പാപങ്ങൾ, എന്റെ ന്യൂനതകളെ മറച്ചുവെക്കാനും അതില്ലാതാക്കി കളയാനും
റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. മഗ്ഫിറത്ത് ഗഫറ എന്ന പദത്തിൽ നിന്നുണ്ടായതാണ്. അതിന്റെ അർത്ഥം എന്താ? അത്തഗ്തിയത്തു വസിത്ർ എന്നാണ്. മൂടി വെക്കുക, മറച്ചു വെക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ചെയ്തു പോയ അബദ്ധം, എൻ്റെ അടുത്തുനിന്ന് വന്നു പോയ അബദ്ധങ്ങൾ, ന്യൂനതകൾ, പടച്ചോനെ നീ എനിക്കത് പുറത്തു തരണം, മാപ്പാക്കി തരണം, അതിനെ മറച്ചു വെക്കണം. ഇതൊരു വലിയ വിഷയമാണ്. ഇത് അള്ളാഹുവിനോട് ചോദിക്കുക എന്നതാണ് റബ്ബിന്റെ നാമത്തിന്റെ പ്രത്യേകത. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട നാമമാണ് അൽ ഗഫൂർ, അൽ ഗഫാർ. ഗഫാർ എന്നും അൽ ഗഫാർ എന്നും അൽ ഗഫൂർ എന്നും അള്ളാഹുവിന് നാമുണ്ട്. എന്നതിനർത്ഥം അല്ലദീ യസ്തുറു ഉയൂബ ഇബാദിഹി ഫലാ യഫ്ളഹുഹും വയതജാവസു അൻ ദുനൂബിഹിം എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ നാമത്തിന്റെ ഉടമയായ അള്ളാഹു ആ നാമത്തിലൂടെ ചെയ്യുന്ന പണി എന്താണത്? അള്ളാഹുവിന്റെ പ്രത്യേക അല്ലദീ യസ്തുറു ഉയൂബ ഇബാദിഹി, തന്റെ അടിമകളുടെ ന്യൂനതകളെ മറച്ചു വെക്കുന്നവൻ. ഫലാ യഫ്ളഹുഹും, അവരെ വഷളാക്കാത്തവൻ. വയതജാവസു അൻ ദുനൂബിഹിം, അവരുടെ പാവങ്ങളെ വിട്ടുകൊടുക്കുന്നവൻ. 3 തരട്ടോ. ഗഫൂർ എന്ന പദമല്ല, ഗഫാർ എന്ന പദം 3 മേഖലകളെ ഒരുമിച്ച് ചേർക്കുന്നു. ഒന്ന്, അവരുടെ ഐബ് മറച്ചു വെക്കുന്നു. 2, അവരെ അപമാനിക്കാതിരിക്കുന്നു, വഷളാക്കാതിരിക്കുക. 3, ആ പാപം മായ്ച്ചു കളയാം. ഈ 3 പ്രക്രിയകൾ ഒരുമിച്ച് ചേർന്നവന്റെ പേരാണെന്ത്? ഗഫൂർ അല്ലെങ്കിൽ ഗഫാർ. അതാണ് അതിന്റെ അർത്ഥതലം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരു ദിവസത്തിൽ അള്ളാഹുവിനോട് ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ, ഞാൻ ഒരു ദിവസം അള്ളാഹുവിനോട് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുന്നു. അക്സറ മിൻ 70 മറ എന്ന് വേറെ ഹദീസിൽ കാണാം, 70-ലധികം പ്രാവശ്യം. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടാ. അങ്ങനെയെങ്കിൽ ഈ ഹദീസ് കേട്ട, അള്ളാന്റെ റസൂലിന്റെ ഈ വാക്ക് കേട്ട പ്രവാചകന്റെ സ്വഹാബികളിൽ അഗ്രേസരനായ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. അതെന്താ? ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി കുല്ല യൗമിൻ 12,000 മറ. 12,000 മറ. ഞാൻ ഈ ഹദീസ് കേട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് ഈ വാക്ക് കേട്ടത് മുതൽ, നബി തങ്ങൾ ഒരു ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട് എന്ന് കേട്ടപ്പോ ഞാൻ ഒരു ദിവസത്തിൽ 12,000 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തും. ഒരു ദിവസത്തിൽ 12,000 പ്രാവശ്യം ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. പറയും, എന്തായിരിക്കും നമ്മളെ അവസ്ഥ? നമ്മൾ ഇതിന് എന്ത് വാല്യൂ ആണ് കൊടുത്തത്? നമ്മൾ കൊടുത്ത വാല്യൂ എന്താണ്? ഇസ്തിഗ്ഫാർ നടത്തണം, കഴിഞ്ഞില്ലേ? പടച്ചവനെ പുറത്തിറങ്ങി 1-2 പ്രാവശ്യം പറയാം, കഴിഞ്ഞു, നമ്മളെ പരിപാടി കഴിഞ്ഞു അല്ലേ? ഞാൻ അടക്കം നമ്മളെല്ലാവരും ആലോചിച്ചു, ഒരു ദിവസത്തിൽ 100 പ്രാവശ്യമെങ്കിലും ഇതിനു വേണ്ടി മാത്രം ഒഴിഞ്ഞിരുന്നു കൊണ്ട്, അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തി എത്ര ആൾ നമ്മൾ കൂട്ടലുണ്ടാവും? എത്ര ആളുകളുണ്ടാവും? ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ കുറേ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയലുണ്ടല്ലോ അല്ലേ? സങ്കടങ്ങളും പ്രയാസങ്ങളും, ഞാൻ അത് മാത്രം പറഞ്ഞു ഉദ്ദേശിക്കും, മറ്റു കാര്യത്തിൽ പോകുന്നില്ല. സങ്കടങ്ങൾ ഇഷ്ടം പോലെ പറയാന്. എനിക്ക് സാമ്പത്തികമായി ഞാൻ വളരെ പ്രയാസത്തിലാണ്. ചില ആളുകൾ പല രൂപത്തിലെ കടങ്ങളും ബുദ്ധിമുട്ടും ഒക്കെയാണ്ട് പ്രയാസത്തിലാണ് അല്ലേ? ചില ആളുകൾ സന്താനങ്ങൾ ഇല്ലാന്ന പേരിൽ വലിയ പ്രയാസത്തിലാണ്. ചില ആളുകൾ രോഗങ്ങൾ കൊണ്ട് വലിയ പ്രയാസത്തിലാണ്. ഇങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നമ്മള് അല്ലേ? അതിനുള്ള പരിഹാരം എന്താണെന്ന് മനസ്സിലായോ? എന്താണ് പരിഹാരം? എന്ത് ചെയ്യണം നമ്മളതിന്? നിങ്ങൾ നോക്കൂ, ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഇസ്തിഗ്ഫാർ, ആ ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണ് എന്നതാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. ഒന്നാമതായി, ഒരാൾ ഇസ്തിഗ്ഫാർ നിരന്തരം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരുന്നാൽ, നിരന്തരം ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരുന്നാൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല
അയാളുടെ പാപങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മറച്ചു വെക്കും, അയാൾ അപമാനിക്കില്ല, അയാൾക്ക് അള്ളാഹു അത് മായ്ച്ചു കൊടുക്കും. അത് ഒന്നാമത്തെ ബോണസാണ്, ഒന്നാമത്തെ കാര്യമാണ് അതിൽ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു കാണാം, وَمَن يَعْمَلْ سُوءًا أَوْ يَظْلِمْ نَفْسَهُ ثُمَّ يَسْتَغْفِرِ اللَّهَ يَجِدِ اللَّهَ غَفُورًا رَحِيمًا. അല്ലാഹുവിന്റെ ഖുർആൻ. وَمَن يَعْمَلْ سُوءًا, ആരെങ്കിലും ഒരാൾ ഒരു തിന്മ ചെയ്തു, തെറ്റ് ചെയ്തു, ഔ യളിം നഫ്സഹു, അല്ലെങ്കിൽ അവൻ സ്വന്തത്തോട് അക്രമം ചെയ്തു, അതൊക്കെ എന്താന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സുമ്മ യസ്തഗ്ഫിരില്ലാഹ്, പിന്നെ അവൻ അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടി, യജിദില്ലാഹ ഗഫൂറർ റഹീമ, എങ്കിൽ അള്ളാഹുവിനെ കരുണാവാരിധിയായും പാപം പൊറുക്കുന്നവനായും അവൻ എത്തിക്കുന്നതാണ്. അപ്പോൾ ഉറപ്പ്, അള്ളാഹിന്റെ പൊറുക്കൽ തേടിയാൽ പറയും, പൊറുക്കലിനെ തേടിയാൽ പുറത്തു തരും എന്നുള്ള പറഞ്ഞതാണ്, പുറത്തു തരും എന്നുള്ള പറഞ്ഞതാണ്. ഏത് തെറ്റാണെങ്കിലും പൊറുക്കും. അള്ളാഹു പൊറുക്കാത്തതായി ഒരു തെറ്റില്ല. ഉണ്ടോ? പൊറുക്കാത്തതായി ഒരു തെറ്റുണ്ടോ? ഇല്ല, പൊറുക്കാത്തതായി ഒരു തെറ്റില്ല, എല്ലാം പൊറുക്കും. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ശിർക്കിന് പശ്ചാത്തപിച്ചാൽ മാത്രമേ പുറത്തു കൊടുക്കുള്ളൂ. ബാക്കി പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ട് എന്ത് ചെയ്യാം, പുറത്തു കൊടുക്കാം. അതാ ഖുർആൻ പറയും, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ശിർക്ക് പുറത്തു തരൂല, ബാക്കിയുള്ളതൊക്കെ അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ എന്ത് ചെയ്യും, പുറത്തു കൊടുക്കും. ശിർക്ക് പൊറുക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങോട്ട് പറയണം, പഠിച്ചവനെ മാപ്പാക്കണേ. എന്നാൽ അള്ളാഹു എന്ത് ചെയ്യും, അതിൽ നിന്ന് വിട്ടുന്നാൽ അയാൾക്ക് പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ പുറത്തു കൊടുക്കൂല. അതേസമയത്ത് അതിൽ താഴെയുള്ളത് എന്തും ഇങ്ങോട്ട് ചോദിക്കണ്ട, ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അള്ളാഹു എന്ത് ചെയ്യാം, അങ്ങോട്ട് വിട്ടുകൊടുക്കാം. മനസ്സിലായോ? അപ്പൊ ഇനി ഏത് പാപം, എല്ലാം ഖുർആനിൽ ഏറ്റവും ആശ്വാസം നൽകുന്ന, ഏറ്റവും സന്തോഷം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന, സമാധാനം നൽകുന്ന ഒരായത്താണ് സൂറത്തു സുമറിലെ ആയത്ത് അല്ലേ? സൂറത്തു സുമറിലെ ആയത്ത് ഏതാ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹുവിന്റെ ഖുർആൻ. ഖുൽ നബി പറയാ, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ദേഹങ്ങളോട് അക്രമത്തിൽ അതിരുവിട്ട് കടന്നുപോയ എന്റെ അടിമകളോട് പറയണം നബിയെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ, കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവനേറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ എത്ര പ്രതീക്ഷ നൽകുന്ന ആയത്താണല്ലേ, അല്ലെ? എത്ര സമാധാനം നൽകുന്ന ഒരായത്താണത്. അബദ്ധം വന്നുപോയോ, അല്ല പറയാൻ പുറത്തു തരാൻ ഞാൻ ഉണ്ട്, നിങ്ങൾ എന്തിനാ ബേജാറാവണ്? നിങ്ങൾ എന്നോട് പറഞ്ഞോളി, നിങ്ങൾ പകലോ രാത്രി എപ്പോഴാ പറഞ്ഞോളി, എന്നോട് പറഞ്ഞോ, ഞാനില്ലേ നിങ്ങൾക്ക്. ഓ സുബ്ഹാനല്ലാഹ്, ഇതൊരു വല്ലാത്തൊരു ആശ്വാസമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാൾ നമ്മളോട് വന്ന് പറയാണ്, നിങ്ങൾ എന്തിനാ ബേജാറാവണ്, ഞാനില്ല നിങ്ങൾക്ക്, നിങ്ങൾ എന്തിനാ വിഷമിക്കണ്, ഞാൻ ഉണ്ട് നിങ്ങൾക്ക്, ഞങ്ങൾക്ക് എല്ലാം ചെയ്തുതരാം, ഞങ്ങൾക്ക് വേണ്ടൊക്കെ, നിങ്ങൾ വിഷമിക്കല്ല, ബേജാറാവല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽബിന് കിട്ടുന്ന ഒരു ആശ്വാസം എന്താ? നമ്മുടെ കൽബിന് കിട്ടുന്ന ആശ്വാസം, ഈ ആശ്വാസമാണ് അള്ളാഹ് നമ്മളോട് പറഞ്ഞ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ല, ബേജാറാവണ്ട, റഹ്മത്ത് നിങ്ങൾ നിരാശരാവണ്ട, പുറത്തുതരാം, ഞാൻ വിട്ടുതരല്ല, നിങ്ങൾ എൻ്റെ കൂടെ എന്നിലേക്ക് നിൽക്കും നിങ്ങൾ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. ഇതറിയാത്ത ആളുകളാണ് എന്ത് ചെയ്യാ, അള്ളാഹ് ഇല്ലാത്തവരെ വിളിച്ചു തേടാൻ പോവാൻ. അവർക്ക് തന്നെ പുറത്തു കിട്ടണമെങ്കിൽ ആര് വേണം? അള്ളാഹ് വേണം. ഞാനൊരു കാര്യം പറയണക്ക്, അള്ളാഹുവിന്റെ റസൂല് പറയണി, ഇന്നി
യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു ഇന്നി അതൂബു ഇലല്ലാഹി മിഅത മറ, അല്ലെങ്കിൽ ഇനി അസ്തഗ്ഫിറുല്ലാഹ അക്സറ മിൻ 70 മറ. റസൂലുള്ള പറയാം, ഞാൻ എൻ്റെ റബ്ബിനോട് പൊറുക്കലിനെ തേടാണ് 100 പ്രാവശ്യം അല്ലെങ്കിൽ 70-ലധികം പ്രാവശ്യം, അല്ലേ? ഈ നബിതങ്ങൾ അവിടുത്തെ എന്തെങ്കിലും അബദ്ധം വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ പടച്ചോനേ എന്ന് റബ്ബിനോട് പറയാം. എന്നാൽ നമ്മൾ ആളുകൾ എന്ത് ചെയ്യാം? ഇർതകബതു അലൽ ഖതഅ ഗൈറ ഹസ്രി വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഞാൻ അറ്റമില്ലാതെ പാപം ചെയ്തു പോയിട്ടുണ്ട്. അറബി മാത്രമല്ല, എന്നെ മലയാളം പോലും പറയുന്നുണ്ട്. എന്ത്? കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഞാൻ അധികരിച്ച് പാപം ചെയ്തു പോയിട്ടുണ്ട്. പാപത്തിന്റെ വാഹനത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എനിക്ക് അന്യായം പറയാൻ നിങ്ങളോടാണ് നബിയേ, നിങ്ങളോടാണ് പറയാൻ. എൻ്റെ പാപത്തിന് ഒരു ശമനം, പാപത്തിൽ ഞാൻ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളെ കാരുണ്യം വേണം, നിങ്ങൾ എന്നെ കൈവിടല്ലേ നബിയേ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹു പറയാണ് നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടി ഞങ്ങൾക്ക് പുറത്തരാം. നിങ്ങൾക്ക് ഞാനില്ല, നിങ്ങൾ എന്തിനാ നിരാശപ്പെടുന്നത് എന്ന് അർപ്പി ചോദിക്കാൻ. അതേ ആളുകൾ പറയുന്നു അള്ളാഹിനോട് ചോദിച്ചാൽ ശരിയാവില്ല. ആരോട് പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. അതുകൊണ്ട് നബിയേങ്ങൾ പറയണം, മാറ്റിത്തരണം. ഈ മങ്കൂസ് മൗലിദ് ചുരുക്കിയ അതിന്റെ ബഡാ മൗലിദ് ഉണ്ട്, അതിന്റെ പേര് സുബ്ഹാന മൗലിദ് എന്നാണ്. അതിൽ കുറച്ചും കൂടി വിശാലമായിട്ട് പറയണം. വജുദ് യാ റസൂലല്ലാഹി മിൻക ബിറഹ്മത്തിൻ ലിഅബ്ദിൻ നാസിരിൻ ബിദുനൂബി മുസർബലു. വജുദ് യാ റസൂലല്ലാഹ്, വജുദ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് ദാനം തരണം. മിങ്ക നിങ്ങളിൽ നിന്ന്, ബിറഹ്മ കാരുണ്യം ഞങ്ങൾക്ക് ദാനായിട്ട് തരണം. ആർക്ക്? ലിഅബ്ദിൻ അസീരിൻ ബിദുനൂബി മുസർബലു, പാപത്താൽ ചങ്ങലക്കിടക്കപ്പെട്ട ഈ അടിമക്ക് നിങ്ങൾ വിട്ടു തരണം നബിയേ. സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളോട് പറയാണ്, ഇത്രയും വിശാലമായി നമ്മളോട് പറഞ്ഞുതരാ. നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ തരാം. നിങ്ങൾ എന്തിനാ നിരാശപ്പെടുന്നത്? എത്ര വന്നാലും എത്ര ചെയ്താലും. ജനങ്ങളെ, നിങ്ങൾ സമുദ്രത്തിന്റെ നുരയോളം പാപം ചെയ്താലും, സമുദ്രത്തിന്റെ നുരയോളം പാപം ചെയ്താലും നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടിയാൽ അത്ര തന്നെ മഗ്ഫിറത്ത് ഞാൻ നിങ്ങൾക്ക് തരാം. സുബ്ഹാന ജല്ല ജലാലുഹു. കണ്ടോ നിങ്ങൾ? അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. എന്ത്? ഒന്നാമത്തത് നമ്മൾ പറയുന്നത്, പാപം അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു വരും. ലാ ശക്ക ഫീഹി വലാ ഡൗട്ട്, സംശയമില്ല. റബ്ബ് പുറത്തു തരുമെന്നതിൽ സംശയമില്ല. അവൻ വിട്ടുതരും. അത് അള്ളാഹു നമുക്ക് നൽകിയ വാഗ്ദാനമാണ്. കാരണം വമൻ അസ്തഖു മിനല്ലാഹി ഹദീസൻ വമൻ അസ്തഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്ന ഒരാൾ ഇന്നല്ലാഹ ലാ യുഖ്ലിഫു വഅദഹു, ഉറപ്പ് അള്ളാഹു അവന്റെ വാഗ്ദാനത്തെ ലംഘിക്കൂല. അപ്പൊ ഉറപ്പ് നമുക്ക് പാവം പുറത്തു കിട്ടാൻ അള്ളാഹു തന്ന വാഗ്ദാനമാണ്, പുറത്തു കിട്ടും. ഒന്ന്. രണ്ടാമത്തത് പാപമോചനം തേടുന്ന ഒരാൾക്ക് അയാൾക്ക് നിർഭയത്വം ഉണ്ടാകും. എന്തിൽ നിന്ന്? അയാൾ ശിക്ഷിക്കപ്പെടും എന്നതിൽ നിന്നുള്ള നിർഭയത്വം. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശിക്ഷ വരും എന്നത് അയാൾ പേടിക്കേണ്ടതില്ല. എപ്പോൾ 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 പറ എപ്പോൾ ഇസ്തിഗ്ഫാർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് നിർഭയത്വം ഉണ്ടാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ, നിങ്ങൾ അവരോടൊപ്പം ഉള്ളപ്പോൾ അല്ലാഹു അവരെ ശിക്ഷിക്കൂല. നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ അല്ലാഹു അവരെ ശിക്ഷിക്കൂല നബിയെ. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അല്ലാഹു അവരെ ശിക്ഷിക്കൂല. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം അല്ലാഹു അവരെ ശിക്ഷിക്കൂല. അപ്പോ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു അമാനുണ്ട്. എന്തിൽ നിന്ന്? മിനൽ ഉഖൂബ,
ശിക്ഷയില്ല, അള്ളാഹിന്റെ ശിക്ഷ എനിക്ക് ഇറങ്ങൂല എന്നൊരു നിർഭയത്വം അയാൾക്കുണ്ടാകും. എന്തു വേണം? നിരന്തരമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. മഹാനായ അബു മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബു മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അറിയോ? അബു മൂസൽ അശ്അരി അറിയോ? ഇല്ല. സ്വഹാബിയുൻ ജലീൽ, റസൂലുള്ളാഹിന്റെ സ്വഹാബികളിലെ പ്രധാനപ്പെട്ട പ്രഗത്ഭരായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആര്? അബു മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അബു മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാ, അമാനാനി കാന അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ കാലത്ത് രണ്ട് നിർഭയത്വം ഉണ്ടായിരുന്നു. രണ്ട് നിർഭയത്വം റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. റുഫിഅ അഹദുഹുമാ, രണ്ടിലൊന്ന് ഉയർത്തപ്പെട്ടു. വഹുവ അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹു പറഞ്ഞു, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നീ അവരിലുള്ളപ്പോൾ അവർ ശിക്ഷിക്കപ്പെടൂല, അവരെ ശിക്ഷിക്കൂല എന്ന് പറഞ്ഞല്ലോ. നബി തങ്ങൾ വഫാത്തായതോടുകൂടി ആ നിർഭയത്വം ഉയർത്തപ്പെട്ടു. വബഖിയൽ ആഖർ, അടുത്തത് ശേഷിച്ചു, രണ്ടാമത്തെ ശേഷിക്കുന്നുണ്ട്. അതേതാ? വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ പൊറുക്കലിനെ തേടുന്ന കാലത്തോളം അവരെ അവൻ അല്ലാഹു ശിക്ഷിക്കുന്നവനല്ല എന്ന് പറഞ്ഞ അമാൻ ഇപ്പോഴും ഉണ്ട്. അദാബ് ഇറങ്ങാതിരിക്കണോ? ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അവിടെ ഞാനൊരു പോയിന്റ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സമസ്യയിലെ ചില മൊയിലാക്കന്മാർ ഇപ്പോഴും പറയുന്നുണ്ട്, എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂടെ ഉണ്ടെങ്കിൽ അള്ളാഹുരെ ശിക്ഷിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അതിപ്പോഴും ഉണ്ട്, അതിപ്പോഴും ഉണ്ടാകുക, അതിപ്പോഴും ഉണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ നമ്മളുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴും നബിതങ്ങൾ ഉണ്ട്. ഇപ്പോഴും നബിതങ്ങൾ നമ്മളെ കുറിച്ച് അറിയുന്നു, നമ്മളെ കുറിച്ച് വിഷമിക്കുന്നു, നമ്മളെ കുറിച്ച് സന്തോഷിക്കുന്നു, ഒക്കെ ചെയ്തുകൊണ്ട് ലൈവാണ് ഇപ്പോഴും എന്ന് ചില ആളുകൾ പറയുന്നു. മഹാബത്താണ്. സ്വഹാബികൾ മനസ്സിലാക്കിയതിന് വിരുദ്ധമാണത്. സ്വഹാബിയുൽ ജലീൽ അബു മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റുഫിഅൽ അവ്വൽ അല്ലെങ്കിൽ റുഫിഅ അഹദുഹുമാ, അല്ലാഹ് പറഞ്ഞ രണ്ട് നിർഭയത്വങ്ങളിൽ ഒന്ന് ഉയർത്തപ്പെട്ടു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? വഫാത്തായി. അതോടുകൂടി ആ നിർഭയത്വം ഉയർത്തപ്പെട്ടു. രണ്ടാമത്തെ നിർഭയത്വം എപ്പോഴും ഉണ്ട്. അത് ഇസ്തിഗ്ഫാർ എന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങൂല. ഇനി മൂന്നാമത്തെ കാര്യം, ഇസ്തിഗ്ഫാർ നിങ്ങൾ നിരന്തരമായി വർദ്ധിപ്പിച്ചാൽ, നിരന്തരമായി നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ മനക്ലേശങ്ങൾക്ക് അത് നമുക്ക് ശമനം തരും. മനോവിഷമങ്ങൾക്ക് ശമനം തരും. മാത്രമല്ല, പ്രയാസങ്ങൾ നമുക്കുണ്ടാകുന്ന ഈ ക്ലേശങ്ങളൊക്കെ ഉണ്ടല്ലോ, ബുദ്ധിമുട്ടുകൾ, അത്തരം കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കി തരും. അത് ഞാൻ പറഞ്ഞ എന്റെ സംസാരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഒരൊറ്റ മൂലിയാണ് പറയാൻ പോണെന്ന്. ഞാൻ പറഞ്ഞത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, അബൂ ദാവൂദ്, ഇബ്നു മാജ തുടങ്ങിയവർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ നിത്യമായി കൊണ്ടുപോയാൽ, ലുസൂം എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ കൂട്ടുക എന്നർത്ഥം. ഒരാൾ ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അയാളുടെ എല്ലാ വിഷമങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനം കൊടുക്കും. എല്ലാ മനക്ലേശങ്ങളിൽ നിന്ന് ഒരു രക്ഷ കൊടുക്കും. രണ്ടാമത്തത്, വമിൻ കുല്ലി ദീഖിൻ മഖറജ, ഏത് കുടുക്കിൽ നിന്നും ഒരു രക്ഷ കൊടുക്കും അല്ലാഹു. കുടുങ്ങിപ്പോയി എന്ന് വിചാരിക്കും, പക്ഷെ അവിടുന്ന് അല്ലാഹു ചെയ്യും, അയാൾക്ക് രക്ഷ കൊടുക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത നിലക്ക് അവന് ഉപജീവനം നൽകും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അല്ലാഹു അവർക്ക് എന്ത് ചെയ്യും? ഭക്ഷണം കൊടുക്കും. മനസ്സിലായോ? ഈ മൂന്നാമത്തെ കാര്യത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തതിൽ മൂന്നെണ്ണം പറഞ്ഞു. ഒന്ന്, മനക്ലേശം മാറിക്കിട്ടും. രണ്ട്, മറ്റെന്തെങ്കിലും കുടുക്ക് വന്നാൽ ആ കുടിസിൽ നിന്നും രക്ഷ നൽകും.
മൂന്നാമത്തത് നമ്മൾ വിചാരിക്കാത്ത നിലക്ക് ഉപജീവനം കിട്ടും. എന്തു വേണം? ഹലോ, എന്തു വേണം? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോണ്ട്. അതെപ്പോ പറയണം? രാവിലെ ഒരു 3, ഉച്ചക്ക് ഒരു 3, വൈകുന്നേരം ഒരു 3, ഇങ്ങനെയാണോ? ആഹാരത്തിന് മുമ്പ്, ആഹാരത്തിന് ശേഷം, അങ്ങനെയാണോ? ആണോ? അല്ല. പിന്നെങ്ങനെയാ? അതിനൊരു റൂട്ട് പഠിപ്പിച്ചു കൊടുത്തു മഹാനായ ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം, അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു. ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞത് ഹദീസിൽ കാണാൻ നമുക്ക്. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, മകനെ വിളിച്ചിട്ട് പറയാം, യാ ബുനയ്യ അവ്വിദ് ലിസാനക്, അവ്വിദ് ലിസാനക് അല്ലാഹുമ്മ ഗ്ഫിർലി. മോനെ നീ നിന്റെ നാവിനെ തുടർത്തിക്കൊണ്ടേ, മടക്കിക്കൊണ്ടേ ഇരിക്കണം. എന്ത്? അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി എന്നത് കിട്ടുമ്പോ പറയേണ്ട സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോ മോനെ? പറഞ്ഞുകൊണ്ടിരുന്നോ? എന്നാ എന്താ അറിയോ? ഫഇന്ന ലില്ലാഹി സആഅത്തിൻ ലാ യറുദ്ദു ഫീഹിന്ന സായിലൻ. കാരണം അല്ലാഹുവിന് ചില ടൈമുകളുണ്ട്. ആ ടൈമുകളിൽ ചോദിക്കുന്നവനെ മടക്കാത്ത ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് നിന്റെ ഇസ്തിഗ്ഫാർ ചേർന്ന് വരുന്നത് നിനക്ക് വലിയ ഉപകാരം ഉണ്ടാക്കും. അപ്പൊ കിട്ടുമ്പോഴൊക്കെ എന്ത് പറയണം? പറയും അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയാ, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം. അത് നമ്മുടെ നാവിനൊരു സ്ഥിരം കാര്യമാക്കാണ്. മനസ്സിലായാൻ പറഞ്ഞ്? അതൊരു സ്ഥിരം കാര്യമാക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ നോക്കുന്നു, നോട്ടത്തിൽ അനുവദനീയമായതും അനനുവദനീയമായതും നിരന്തരം കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പോ അനുവദിച്ച സംസാരം മാത്രമാണോ നമ്മുടെ നാവിൽ നിന്ന് വരിക? ആണോ? അനുവദിക്കാത്ത വർത്താനങ്ങളും വരും. നമ്മൾ കേൾക്കുന്നത് അനുവദിച്ചത് മാത്രമേ കേൾക്കണ്, അല്ലാത്തത് എന്തിയാണ്? നമ്മൾ കേട്ടുപോയി. അപ്പൊ നോക്കുകയാണെങ്കിൽ പെർ സെക്കൻഡ്, ഓരോ സെക്കൻഡ്സിലും നമ്മൾ എന്ത് പറയേണ്ടി വരും? പറ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയേണ്ടവരല്ലേ? ആലോചിച്ച് നോക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ലേ നമ്മള്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ കിട്ടാവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം. എങ്കിൽ ഈ പറയപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഈ ടെൻഷൻ ഇല്ലാത്തൊരു ഖൽബ് വേണ്ടേ? ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു മുസ്ലിം ടെൻഷൻ അടിക്കൂലെന്ന്, ഒരു മുഅ്മിൻ ടെൻഷൻ അടിക്കൂലെന്ന്. അതിന്റെ കാര്യം, നമ്മൾ ഇരിക്കുന്നതിന്റെ ആ ഭാഗം അങ്ങോട്ട് മറിഞ്ഞു വീണു, അവിടെ അങ്ങോട്ട് ഒടിഞ്ഞു വീണ്, അതൊക്കെ ഞാൻ അങ്ങോട്ട് ബോധം കെട്ട് വീഴില്ല. ആണോ? അല്ല. എന്താ? അതവിടെ വീഴാൻ റബ്ബ് തീരുമാനിച്ചു. ഇവിടെ വീഴാനാണ് തീരുമാനിച്ചെങ്കിൽ എന്റെ തലമ കൂടെ വീഴാനായിരിക്കും റബ്ബിന്റെ തീരുമാനം. അതിപ്പോ ഞാൻ എന്താ കാട്ട? കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇതൊന്നും പറയണം കേട്ടോ എന്ന്. രണ്ടാളുകൾ നടന്നു പോവാണ്. റോഡിന്റെ സൈഡിലൂടെ രണ്ടാളുകൾ നടന്നു പോകുന്നു. ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. ആ ആക്സിഡന്റ് സംഭവിച്ച ലോറി മറിഞ്ഞ് ഇവരുടെ ഭാഗത്തേക്ക് വന്ന് വീഴാണ്. ആ സമയത്ത് അവസാന സെക്കൻഡ്സ്, ശ്രദ്ധിക്കണം നിങ്ങൾ, അവസാന സെക്കൻഡ്സ് തന്റെ കൂടെ നടക്കുന്നവൻ ഇവന്റെ കൈ പിടിച്ചൊരൊറ്റ വലി. ആ ലോറിയുടെ ബോഡി ഇയാളെ ശരീരത്തിൽ ടച്ച് ചെയ്തില്ല എന്ന രൂപത്തിൽ നിലത്ത് വീണു. ഒരു സെക്കൻഡ് തെറ്റിയ നേരെ 2 കഷ്ണാണ്. ഞാൻ പറഞ്ഞ ഞങ്ങള്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞറിയാം, ഇത് നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ കൂട്ടുകാരന്റെ പ്രസക്തി എത്രയാണ്? അതല്ല അവിടുത്തെ പ്രസക്തി. കൂട്ടുകാരന്റെ കൈ പിടിച്ച് വലിച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് എന്ന് പറയാ. ഇല്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം, ഞാൻ അങ്ങനെ പറയൂല. അത് സബബാണ്, റബ്ബ് തീരുമാനിച്ചു വെച്ച സബബ്. ഇവിടെ വിഷയം എന്താണ്? എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തി, അൽഹംദുലില്ലാഹ് എന്ന് എന്റെ മനസ്സിൽ എന്റെ റബ്ബിനോട് എനിക്കുണ്ടാകുന്ന ബന്ധം അതിൽ നിന്ന് സുദൃഢമാകും. അല്ലെങ്കിൽ നമ്മൾ കാരണങ്ങളെ കുറിച്ചാണ് ചീത്ത പറയാ. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ അങ്ങോട്ട് പോണ്ടാന്ന്, പോയിട്ടല്ലേ നിങ്ങൾ പറയില്ലേ? പറയലുണ്ടോ? ഈമാൻ കുറച്ച് കുറവുണ്ട് എന്നതിന്റെ അർത്ഥം. ഈമാൻ കുറച്ച് കുറവുണ്ടെന്ന അർത്ഥം. എന്നോട് പറഞ്ഞു, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, ഇത് അങ്ങോട്ട്
ഇറങ്ങണ്ട, നിങ്ങൾ ഇറങ്ങണ്ട, നിങ്ങൾ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ഞാൻ പോവാണ്. അല്ല നിങ്ങൾ പോകണ്ട, അല്ല ഞാൻ പോകും. കുട്ടികളൊക്കെ അങ്ങനല്ലേ, ചാട്ടിയും പിടിച്ചിട്ട് അങ്ങോട്ട് കുട്ടികൾ ഇറങ്ങി പോകുന്ന വൈകാണ്ട് ഓടി പോകുമ്പോൾ ഒരു ബൈക്കാരെ കൊണ്ടൊന്ന് ഇടിച്ചിയോ, അങ്ങോട്ട് തെറിച്ചു വീണ് കൈയും കാലൊക്കെ ഒടിഞ്ഞി. നമ്മൾ വീട്ടിൽ നിന്ന് വിവരം കിട്ടി, വീട്ടിൽ നിന്ന് ഫോൺ വരികയാണ്, എന്റെ കുട്ടി ഉണ്ടോ ഹോസ്പിറ്റലിൽ കിടക്കണ്, എന്തേ പറ്റി എന്റെ കുട്ടിക്ക്, അതോ ബൈക്കതോ ഇടിച്ചിക്കണെന്ന്, ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ട് കേട്ടോ എന്ന്. നമ്മൾ നെഞ്ചു തല്ലി ഓടി അവിടെ ചെന്ന മങ്ങൾ എന്തായിരിക്കും പറയാ, എന്താണ് പറയാന്ന്? കുരിപ്പ് എന്നോടല്ലേ പറഞ്ഞ പോണ്ടാന്ന്, ഇജ്ജ് ഇറങ്ങി ഓടിയോണ്ടല്ലേ ഇത് സംഭവിച്ചത്. അല്ല ഇജ്ജ് എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇതല്ലേ പറയാ? അല്ലേ അത് നമ്മളെ ഈമാന്റെ കുറവാണ്. അവിടെ അള്ളാഹു റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, ലൗ ഫഅൽതു കദാ ലകാന കദാ, ലൗ ഫഅൽതു കദാ ലകാന കദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് നിങ്ങൾ പറയരുത്. കാരണം ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, ലൗ എന്നത് അള്ളാഹുവിന്റെ ശത്രു, നമ്മളെ മനുഷ്യന്റെ ശത്രുവായ പിശാചിന്റെ പ്രവൃത്തി തുറക്കണാണ്. അപ്പൊ എനിക്ക് തോന്നും, ഞാൻ ആരാ മുതല് ഒരു അനാനിയത്ത് എന്നിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞോണ്ട് ഇനി പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞോണ്ട് പോകാതെ ഇവിടെ ഇരുന്ന് ഓന്റെ കൂടെ പോകേണ്ടവൻ പോയി ആക്സിഡന്റിൽ പെട്ട എന്ത് പറയും? അപ്പൊ അങ്ങനെയുണ്ട്. ഇതാ പറഞ്ഞ എന്റെ വാക്കെന്ന് പറഞ്ഞാല് ഇതാണ് ശരിക്ക് ശൈത്താൻ കയറി വരിക എന്ന് പറഞ്ഞാൽ. ഈ അനാനിയത്ത് നമ്മളിലേക്ക് പെട്ടെന്ന് വരും, അത് വരാൻ പാടില്ല. ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅല, ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅല, അതാണ് വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൃത്യമായിട്ട് ഉറപ്പിക്കണം, എന്റെ റബ്ബ് അവൻ എന്നെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തും. അത് ഞാൻ റബ്ബിനോട് ഇസ്തിഗ്ഫാർ എത്ര വർദ്ധിപ്പിക്കുന്നു അതനുസരിച്ച് എനിക്ക് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നതാണ്. ഇനി നാലാമത്തത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ, നിങ്ങൾക്ക് കൃഷിയിടത്തിലേക്ക് ആവശ്യമുള്ള വെള്ളം അഥവാ മഴ ഇറക്കിത്തരും, നിങ്ങളുടെ കൃഷിയിടമൊക്കെ ഭംഗിയാക്കി തരും, അതൊക്കെ തരും എന്നുള്ള പറയാണ്. അത് പരിശുദ്ധ ഖുർആൻ നോക്കി നിങ്ങള്, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രബോധനത്തെ വിശദീകരിക്കുന്ന സൂറത്ത് നൂഹിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഫഖുൽതു സ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا. അള്ളാഹുവിന്റെ ഖുർആൻ. ഞാൻ അവരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ തേട്, ഇന്നഹു കാന ഗഫാറൻ, അവൻ ഏറെ പുറത്തിരുന്നവനാണ്, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ധാരാളമായി നിങ്ങൾക്ക് വെള്ളമിറക്കി തരും, വയുംദിദുക്കും ബിഅംവാലിൻ, നിങ്ങൾക്ക് ധനം തരും, വബനീൻ, സന്താനങ്ങൾ തരും, വയജ്അൽ ലക്കും ജന്നാത്ത്, തോട്ടങ്ങൾ ഏർപ്പെടുത്തി തരും, വയജ്അൽ ലക്കും അൻഹാറ, നദികൾ നിങ്ങൾക്ക് തരും, എല്ലാം വിഭവസമൃദ്ധമായി തരും. ഈ ആയത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചോളെ, ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സംഭവം മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു, ഹസൻ ബസരി എന്നറിയപ്പെടുന്ന താബിഈങ്ങളിൽ പ്രധാനിയായ ഹസൻ ബസരി 1-ാം നൂറ്റാണ്ടുകാരനാണ്. എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ കാലഘട്ടം കഴിയുന്ന ഉടനെ ആ കാലഘട്ടത്തോട് ജീവിച്ചിരുന്ന ആളാണ് ഹസൻ ബസരി. ആ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ശൈഖേ, എനിക്ക് ആകെ ക്ഷാമാണ്, കഹത്തും ജദുബും ഒക്കെ കൊണ്ട് ആകെ പ്രയാസത്തിലാണ്, എന്താ ഞാൻ ചെയ്യാം? അങ്ങനത്തെ കുറെ പ്രയാസങ്ങളുണ്ട്, എന്താണ് ഞാൻ ചെയ്യുക? അതിന് അദ്ദേഹത്തിന്റെ മറുപടി എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞു, മനുഷ്യ, ഇസ്തഗ്ഫിറില്ല, നീ അള്ളാഹിന്റെ പൊറുക്കലിനെ തേടിക്കോളി, നീ അള്ളാഹിന്റെ ഇസ്തിഗ്ഫാർ നടത്തിക്കോ, നിന്റെ ആ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അള്ളാഹ് മാറ്റിത്തരും, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി. അത് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നു, അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് വേറൊരാൾ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശൈഖേ, കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്, വല്ലാത്ത ദാരിദ്ര്യമാണ്, ഇതിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ എന്താ ചെയ്യാം? അയാളോട് അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിറില്ല, നീ അള്ളാഹിന്റെ പൊറുക്കലിനെ തേടിക്കോളി, എന്നാ അതൊക്കെ മാറിക്കിട്ടും. മൂന്നാമത്തെ ആൾ വന്നു,
അയാൾ വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖെ, എനിക്ക് സന്താനങ്ങളില്ല, കുട്ടികളില്ല, എനിക്ക് കുട്ടികളില്ല, കുറെ കാലമായി കല്യാണം കഴിച്ചിട്ട് മക്കൾ ഉണ്ടാവുന്നില്ല, നിങ്ങൾ എന്താ ഞാൻ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിറില്ല, നീ അള്ളാഹിന്റെ പൊറുക്കള്ള തേടിക്കോളി. ഈ വന്ന ആളുകളുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പാപമോചനം തേടിക്കൊള്ളുന്നത്. അപ്പൊ സദസ്സിലിരിക്കുന്ന ആളുകൾ, ഇങ്ങോട്ടോ, സദസ്സിലിരിക്കുന്ന ആളുകൾ അത്ഭുതപ്പെട്ടു. അപ്പൊ അവര് ചോദിച്ചു, ലഖദ് അതാക റിജാലുൻ യഷ്കൂന അൻവാഅ മിനൽ ബലാ ഫഅമർതുഹും കുല്ലഹും ബിൽ ഇസ്തിഗ്ഫാർ. അല്ല ശൈഖേ, നിങ്ങളുടെ അടുത്തേക്ക് കുറെ ആളുകൾ വന്നു, അവർ വിവിധ തരങ്ങളായ പ്രയാസങ്ങൾ പറഞ്ഞു, അതിനൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞോളാനാണല്ലോ. അതെങ്ങനെ ശരിയാകാൻ? അതിന്റെ എല്ലാവർക്കും ഒറ്റ സാധനം തന്നെ, പനിക്ക് വന്നവനും പാരാസെറ്റമോള്, ചുമക്ക് വന്നവനും പാരാസെറ്റമോള്, കുരുപ്പ് വന്നവനും പാരാസെറ്റമോള്. എല്ലാവർക്കും അങ്ങനെ പാരാസെറ്റമോള് കൊടുക്കാൻ ചോദിക്കൂലേ? അല്ലേ? ഇതേപോലെയാണ് ആളുകൾ ചോദിക്കുന്നത്. നിങ്ങൾ ആര് വന്നപ്പോൾ ഇസ്തിഗ്ഫാറാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതിന് മറുപടി പറഞ്ഞത് അറിയോ? അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്, അലം തഖറഉ ഖൗലല്ലാഹ്, നിങ്ങൾ അള്ളാന്റെ വാക്ക് ഓതിയിട്ടില്ലേ? ഖുർആൻ ഓതിയിട്ടില്ലേ? എന്താണത്? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖക്കും അത്വാറാ. തുടങ്ങുന്ന ആയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ല പറഞ്ഞല്ലേ എല്ലാത്തിനും ഒറ്റമൂലി എന്ത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ എന്ന്. ഇനിയുമുണ്ട് ധാരാളം, ഇനിയും ധാരാളം നമുക്ക് പറയാനുണ്ട്. ഇനി അടുത്ത് നോക്കിക്കോളൂ. നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചത് ഒന്നും കൂടി ഒന്ന് പറയാൻ, അഞ്ചാമത്തത്, നാലെണ്ണം പറഞ്ഞ അഞ്ചാമത്തത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഗ്ഫാർ നിരന്തരമായി വർദ്ധിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് നല്ല വിഭവങ്ങൾ അല്ലാഹു നൽകും. ഖുർആൻ പറഞ്ഞത് മതാഅൻ ഹസനൻ എന്നാണ്. മതാഅൻ ഹസനൻ, നല്ല വിഭവങ്ങൾ തരും. മാത്രമല്ല എല്ലാത്തരം ശ്രേഷ്ഠതകളും അയാൾക്ക് കൊടുക്കും. ഇതല്ലാന്റെ പ്രയോഗമാണ്. അപ്പൊ എന്തൊക്കെ നോക്കുങ്ങള്, ഒരാൾ ഇസ്തിഗ്ഫാർ ചെയ്ത് കൃത്യമായി നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അയാൾക്ക് മത്താഅ കൊടുക്കും എന്ന് പറഞ്ഞാൽ നല്ല ഒരു വിഭവം കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അയാൾക്ക് ഭയമുണ്ടോ? അതിൽ നല്ല വിഭവം എന്താണ്? നിർഭയത്വം കൊടുക്കും. അയാൾക്ക് ദാരിദ്ര്യമുണ്ടോ? അയാളുടെ ജീവിതത്തിൽ ഒരു ധന്യത കൊടുക്കും. അയാൾ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവനാണോ? വിജയത്തിലേക്ക് കൊണ്ടുവരും. അയാളുടെ ജീവിതത്തിന് ഒരു ഐശ്വര്യം കൊടുക്കും. ഇങ്ങനെ തുടങ്ങിയെല്ലാം അത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. ഇതൊന്നും ഞാൻ ഈ നാട്ടിലെ മൗലവിമാര് പറഞ്ഞമാതിരി ഈ എന്താ ചപ്പളാച്ചി അടിച്ചു വിടുന്ന വർത്താനൊന്നുമല്ല കേട്ടോ. നിങ്ങളത് കിട്ടും, ഇത് കിട്ടും, മറ്റു കിട്ടും എന്നൊക്കെ പറഞ്ഞു വരുന്ന ഓഫറിക്കൽ വർത്താനങ്ങളൊന്നും അല്ല ഇത്. ഇത് കറക്റ്റ് ഖുർആന്റെ നസ്സിന്റെ വർത്തമാനങ്ങളെ ഞാൻ പറയണത്. അള്ളാഹു പറയുന്ന വാക്ക് നോക്ക്, വനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസനാ ഇലാ അജലിൻ മുസമ്മാ വയുഅതി കുല്ല ദീ ഫദ്ലിൻ ഫദ്ല. അല്ലാഹു പറയാൻ, വനിസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് പൊറുക്കൽ തേടിക്കോളി, തുമ്മ തൂബൂ ഇലൈഹി, അവനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തോളി. എന്നാൽ യുമത്തിഉകും മതാഅൻ ഹസന. നമ്മൾ ചെയ്യണ ഹജ്ജിന്റെ പേര് എന്താ? നമ്മൾ ചെയ്യണ ഹജ്ജിന്റെ പേരെന്താ? ഹജ്ജ് തമത്തുഅൻ. എന്താ തമത്തു? എന്താ തമത്തു? ഇപ്പൊ ഇരിക്കണ ഈ ഇരിപ്പന്നെ തമത്തു. ഉംറ കഴിഞ്ഞ് വന്ന് ഫ്രീ ആയി, ഇനി ഹജ്ജിന്റെ തർവിയ വരെ നമ്മൾ എന്താണ്? ഞങ്ങൾ ആസ്വദിച്ചിരിക്കാണ്. ഇഹ്റാമിന്റെ പരിധിയൊക്കെ വിട്ട് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ആസ്വദിക്കാണ് അല്ലേ? ആസ്വദിക്കുന്ന ആ രണ്ടിനിടയിലുള്ള തമത്തു, ആസ്വാദന സമയത്തെയാണ് എന്ത് വിളിക്കുക? തമത്തു എന്ന് പറയാ. ഇതാണ് മതാഇൻ ഹസൻ എന്ന് പറഞ്ഞാലോ, നല്ല തരത്തിലുള്ള ഒരു ആശ്വാസം, നല്ലൊരു സുഖം, നല്ലൊരു ആസ്വാദനം അത് നിങ്ങൾക്ക് തരും അല്ലാഹു പറയാം. മാത്രമല്ല
അവനെന്ത് ചെയ്യും? വയുതി കുല്ലദി ഫളലിൻ ഫളല, ഓരോരുത്തരും ഏറ്റവും ഫളലായ രൂപത്തിൽ അള്ളാഹു ചെയ്യും നിങ്ങൾക്ക് തരും എന്നാണ്. ഇനി ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് കൂടി ചേർത്ത് വെക്കാണ്. അദ്ദേഹം പറഞ്ഞു, ലാ തമുല്ലു മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഒരിക്കലും ഇസ്തിഗ്ഫാറിന് മടി കാണിക്കരുത്. ഉറങ്ങല്ലേട്ടോ, അങ്ങോട്ട് പോയിക്കോളൂ. നിങ്ങൾ ഒരിക്കലും ഇസ്തിഗ്ഫാറിന് മടി കാണിക്കരുത്. ലാ തമുല്ലു, നിങ്ങൾ മടി കാണിക്കരുത്. എന്തിന്? ഇസ്തിഗ്ഫാറിന്. ഇനി ആ ചോദ്യം ചോദിക്കാൻ പോവാം. അങ്ങോട്ട് ഉറങ്ങല്ലേട്ടാ, അവിടെ ആളിരിപ്പുണ്ട്, കാണുന്നില്ല. അങ്ങോട്ട് പോയിരിക്കല്ലേ. ഇസ്തിഗ്ഫാറിന് മടി കാണിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മൾ ഒരു ദിവസത്തിൽ ആത്മാർത്ഥമായിട്ട് ആലോചിച്ചാൽ മതി, ഒരു ദിവസത്തിൽ എത്ര ഇസ്തിഗ്ഫാർ നടത്തും? എത്ര ഇസ്തിഗ്ഫാർ നടത്തും? ഞാൻ പറഞ്ഞ ഒരു 15 എണ്ണം. ഒരു സാധാരണ ഒരു വലിയൊരു 15. എന്താ 15 എന്ന് പറയാം? നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 3 ഇസ്തിഗ്ഫാർ. ഈ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ദിവസത്തിൽ ഇസ്തിഗ്ഫാർ എത്ര നമ്മൾ നടത്തും? വളരെ കുറച്ചാണ്. ഞാൻ അത് ഡെഫിനറ്റ് ഞാൻ പറയാം. എന്നെ ചേർത്ത് പറയും, നിങ്ങളങ്ങനെ ആയിരിക്കില്ല കേട്ടാ, നിങ്ങൾ എന്നെക്കാളൊക്കെ എത്രയോ മേലെ ആയിരിക്കും, അത്ര താഴെ ആയിരിക്കും നമ്മളൊക്കെ ഉണ്ടാകുക. അപ്പൊ ശരിക്കും നിങ്ങൾ നോക്ക്, ഹസൻ ബസ്രി പറയും, ലാ തമുല്ലു മിനൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ നിങ്ങൾ ഒരിക്കലും മടിയാ കാണിക്കരുത്. കാരണം നിങ്ങളെ വീടുകളിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നിങ്ങൾ ധാരാളമായി പറയണം, മക്കളോടൊക്കെ പറയണം, മക്കളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഇസ്തിഗ്ഫാറാട്ടോ. മക്കളെ കൊണ്ടൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്യിപ്പിക്കുക. മാത്രല്ല വഅല മവാഇദിക്കും, നിങ്ങളുടെ ഭക്ഷണത്തളികകളിലും നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. അതായത് നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നിങ്ങളുടെ ഭക്ഷണ തീന്മേശകൾ ഉണ്ടല്ലോ, അവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ കൊണ്ടുവരണം. മാത്രമല്ല വഫീ തുറുഖിക്കും, നിങ്ങളുടെ വഴികളിൽ, നടന്നു പോകുന്ന വഴികളിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. വഫീ അസ്വാഖിക്കും, നിങ്ങളുടെ അങ്ങാടികളിലും നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. കാരണം ഇതൊക്കെ വല്ലാത്ത വർത്തമാനങ്ങളാണ്. കാരണം ഇവരൊക്കെ സഹാബികളിൽ നിന്ന് കൃത്യമായി ദീന് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾക്ക് ഉപദേശം കൊടുത്ത വാക്കാണത്. എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ഇസ്തിഗ്ഫാറിന്റെ പാപമോചനത്തിന്റെ തീരുമാനം ഇറങ്ങുന്നത് എപ്പോഴാണെന്ന് പറയാൻ സാധ്യമല്ല. അവിടെ ഇസ്തിഗ്ഫാർ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കണം. വിശ്വാസികളെ കുറിച്ച് അള്ളാഹു എടുത്തു പറഞ്ഞ പ്രത്യേക ഗുണങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഗുണമുണ്ട്. അതെന്താ അറിയോ? അവർ സഹറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. സഹർ സമയം എന്ന് പറഞ്ഞാൽ അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുന്ന ആ സമയം അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. ഇന്നിപ്പോ ഞാൻ പറയാം, എല്ലാവരും 3 മണി 3:30 എന്ത് ചെയ്യുന്നുണ്ട്? എഴുന്നേറ്റ് ഇവിടുന്ന് ഹറമിലേക്ക് പോകുന്നവരാണ് എല്ലാവരും, ഭൂരിപക്ഷ ആളുകളും, അല്ലേ? ആ സമയം വളരെ പീക്ക് ടൈം എന്നതിന് പറയാം. ഏറ്റവും ഇസ്തിഗ്ഫാറിന് പറ്റിയ ഒരു സമയം. ഇവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് പോകുമ്പോഴും പള്ളിയിലെത്തിയാലും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യുക? ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നാൽ ഉറപ്പാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ഹാജിമാരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തരം വിഷമസന്ധികളെയും പ്രയാസങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി അവസാനിപ്പിക്കുന്നു ഞാൻ ഒറ്റ വാക്ക്. ഇസ്തിഗ്ഫാർ ഒരാൾ ചെയ്തിട്ടും ഈ പറഞ്ഞ ഫലങ്ങളൊന്നും കിട്ടുന്നില്ല നോക്കുക. അപ്പൊ എന്തായിരിക്കും പ്രശ്നം? നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ഇസ്തിഗ്ഫാറൊക്കെ നടത്തുന്നുണ്ട്, സംഗതിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞാണല്ലോ, കളവാവൂലല്ലോ. പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല കേട്ടോ, ഞമ്മക്കിതൊന്നും കിട്ടുന്നില്ല. അപ്പൊ എന്തായിരിക്കും അതിന്റെ വിഷയം? അതിന്റെ വിഷയം ഇതാണ്. അതെന്താ? ഇസ്തിഗ്ഫാർ എന്നത് നാവ് കൊണ്ട് ഖൗലായി പറയുന്നതാണ്. പക്ഷേ ഓരോ ഖൗലിലും എന്ത് വേണം? ഇസ്തിശ്ആറും ബിൽ ഖൽബ് കൂടി ഉണ്ടാവണം. മനസ്സിലായോ? നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചു നോക്കിയാലും നിങ്ങളെ കണ്ണിന്ന് വെള്ളം വരൂല.
നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥന പറഞ്ഞു നോക്ക്, നിങ്ങളുടെ കൽബ് ചേർത്ത് വെച്ചുകൊണ്ടെന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ എന്ത് വരും? പറയും. കണ്ണുവെള്ളം വരും, കണ്ണുനീര് വരും. മനസ്സിലായോ? എന്താ വിഷയം? നാവും കൽബും തലബ്ബുസാകുമ്പോൾ മാത്രമേ അത് ശരിക്കുള്ളൊരു അമലായി തീരുള്ളൂ. മനസ്സിലായോ? സംഗതി ഒക്കെ ഒരു തരം ചെയ്യുന്നുണ്ടാവും, പക്ഷെ രണ്ടും രണ്ടായി തീരുന്നപ്പോഴാണ് കൽബ് വരണം. അതാ റസൂൽ പറയും, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാ നവ. ആ കൽബിനൊരു ബന്ധമുണ്ട്. നമ്മുടെ നാട്ടിലെ സനാതന ധർമ്മികൾ എന്നറിയപ്പെടുന്ന ആളുണ്ട്. ഓല് പറയും, മനകൃതം രാമ ന ശരീര കൃതം തേനെ ആലിംഗനെ കാന്ത തേനെ ആലിംഗനെ സുധ. മനസ്സിന്റെ പ്രവൃത്തി, മനസ്സിനൊരു അമാൽ കൽബുണ്ട്, അത് ശരിക്കുള്ള പ്രവൃത്തിയാണ്. അതാകുമ്പോഴാണ് ഓരോന്നിനെയും വേർതിരിക്കുക. അതിന് ഉദാഹരണം പറയുന്ന അറിയോ? തേനെ ആലിംഗനെ കാന്ത തേനെ ആലിംഗനെ സുധ. ഏത് കൈകൊണ്ടാണോ നമ്മളെ കുട്ടികളെ നമ്മൾ ആലിംഗനം ചെയ്യുന്നത്, അതേ കൈകൊണ്ട് തന്നെയാണ് നമ്മളെ ഭാര്യയും എന്ത് ചെയ്യുന്നത്? ആലിംഗനം ചെയ്യുന്നത്. പക്ഷെ രണ്ടും രണ്ടാണ്. ആ രണ്ടും രണ്ടാക്കിയത് ആരാണ്? കൽബാണ്, അല്ലേ? ഒന്നില് റഹ്മത്താണ്, ഒന്നില് കുട്ടിയോടുള്ള ലുത്ഫും റഹ്മത്തുമാണ് വന്നതെങ്കിൽ മറ്റൊന്നിൽ ഷഹ്വത്താണ്, ഷഹ്വത്തുൻ നഫ്സാണ് വന്നത്. അത് രണ്ടും വേർതിരിച്ചത് കൽബാണ്. അപ്പൊ എന്റെ നാവ് കൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ എന്റെ കൽബ് അതുമായി ബന്ധപ്പെടുന്നില്ലെങ്കിൽ അപ്പോഴാണ് എനിക്ക് പ്രതിഫലം, ആ പറയുന്ന സാധനം കിട്ടാതെ വരുന്നുള്ളൂ. മനസ്സിലായോ? ഇനി ഒരാൾ കൃത്യമായി ഇസ്തിഗ്ഫാറിലൂടെ പോകുന്ന ആളാണെങ്കിൽ ഉറപ്പ് അയാൾ തിന്മകളിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്യും? നീക്കാൻ അയാൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? മറ്റേത് കാക്കയാണ്. ഏത് കാക്ക? മലപ്പുറം കാക്കയല്ല, പറക്കണ കാക്ക, ഹൊറാബിന് ഒരു പരിപാടിയുണ്ട്. മൂപ്പര് എന്ത് ചെയ്യും? പോയി മാലിന്യം കൊത്തി തിന്നും. എന്നിട്ട് കൊമ്പിൽ പോയിരുന്നിട്ട് അതിന്റെ ചുണ്ടിങ്ങട്ട് അങ്ങോട്ട് കുരയ്ക്കും. ഇത്ര മോശം സാധനം ഒക്കെ വേണ്ട, ഇനി ഞാൻ തിന്നൂല എന്ന് ആ കൊമ്പൊക്കെ കുറച്ചു നേരം അവിടെ ഇരുന്ന് അല്പം കൂടെ കഴിയുമ്പോൾ മൂപ്പർക്ക് പിന്നെ എന്ത് ചെയ്യും? അവിടെ തന്നെ വരും, വന്നാൽ തിന്നും. എന്നിട്ട് പിന്നെയും പോയിട്ട് എന്ത് ചെയ്യും? ഇത് ആത്മാർത്ഥമുള്ള പണിയല്ല. ആത്മാർത്ഥതയുള്ള പണിയാകുമ്പോഴാണ് എന്ത് ചെയ്യുക? അതായത് കൽബും രണ്ടും കിട്ടണം. അതുകൊണ്ടാണ് മഹാന്മാരായ സലഫ് സാലിഹ്യങ്ങൾ പറഞ്ഞു. ഇബ്നു റജബ് അൽ ഹംബലി തന്റെ ഗ്രന്ഥത്തിൽ എടുത്തു കൊടുത്തൊരു വാക്ക് കൂടി പറഞ്ഞ് എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, മൻ ലം യകുൻ സമറത് ഇസ്തിഗ്ഫാരിഹി, ഒരാൾക്ക് ഇസ്തിഗ്ഫാറിന്റെ ഫലം ലഭിക്കുന്നില്ലെങ്കിൽ അയാളാവട്ടെ തസ്ഹീഹ് തൗബ, അയാൾ തൗബ ശരിയാക്കുന്ന രൂപത്തിലേക്ക് വരണം. അങ്ങനെ തൗബ ശരിയാകുന്ന രൂപത്തിലല്ല ഒരാൾ ഇസ്തിഗ്ഫാർ നടത്തുന്നെങ്കിൽ അവൻ അവന്റെ ഇസ്തിഗ്ഫാറിൽ കള്ളനാണ്. വെറും എന്ത് ചെയ്യാണ്? ഇസ്തിഗ്ഫാർ ഇങ്ങനെ വാക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവൻ കളവ് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാവ് മാത്രമായി ഉപയോഗപ്പെടുത്തുന്നു, കൽബിലേക്ക് അത് വരുന്നില്ല. അതുകൊണ്ട് കണ്ടോ, ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ തരാമെന്ന് അല്ലാഹ് പറഞ്ഞതാണ്. അത് തരിക തന്നെ ചെയ്യും. പക്ഷെ വേണ്ട നമ്മൾ എന്ത് ചെയ്യണം? മര്യാദക്ക് പണിയെടുക്കേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ സംസാരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഖൈറായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയി നാളെ റബ്ബിന്റെ അടുത്ത് പരിപൂർണമായ പ്രതിഫലം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം വലയുന്നവരും പ്രയാസപ്പെടുന്ന ആളുകളും അള്ളാഹുർക്ക് എല്ലാവർക്കും പ്രയാസം ദുരിതങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. വസിയ്യത്ത് ചെയ്യുന്ന ധാരാളം ആളുകൾ വസിയ്യത്ത് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ ഖൈറിൽ ഖൽഖി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.